അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് സ്മാരകം പണിയുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിലെ തർക്കം രൂക്ഷമാകുന്നു. സ്മാരക വിവാദത്തിൽ ശർമിഷ്ഠ മുഖർജിയുടെ നിലപാടിനെ തള്ളി സഹോദരൻ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കോവിഡ് കാലത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും കൂടി 20 പേരാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. വിലാപയാത്ര നടത്താമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. രാഹുൽ ഗാന്ധി അടക്കം നേതാക്കൾ ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി എത്തിയിരുന്നുവെന്നും അഭിജിത് ബാനർജി പറഞ്ഞു. കോൺഗ്രസ് അനുശോചന യോഗം ചേരുന്നതിനെ മകൾ ശർമിഷ്ഠ മുഖർജി രൂക്ഷമായി വിമർശിച്ചിരുന്നു. മൻമോഹൻ സിംഗിന് പ്രവർത്തക സമിതി ചേർന്ന് കോൺഗ്രസ് അനുശോചനം രേഖപ്പെടുത്തിയെങ്കിലും ആ പരിഗണന പ്രണബ് മുഖർജിക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെന്നാണ് മുതിർന്ന നേതാവ് അന്ന് പറഞ്ഞത്. എന്നാൽ അച്ഛൻ ഡയറി കുറിപ്പ് വായിച്ചപ്പോൾ തന്നെ മുൻ രാഷ്ട്രപതി KR നാരായണന് കോൺഗ്രസ് അനുശോചനം രേഖപ്പെടുത്തിയതായി അറിയാൻ കഴിഞ്ഞെന്നും അനുശോചന കുറിപ്പ് തയ്യാറാക്കിയതിന് പ്രണബ് മുഖർജി ആയിരുന്നുവെന്നും ശർമിഷ്ഠ കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരുന്നു. ഇത് വലിയ വിവാദമായ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി പ്രണവിന്റെ മകൻ തന്നെ രംഗത്ത് വരുന്നത്. അന്തരിച്ച മൻമോഹൻ സിംഗിന് സ്മാരകം വേണമെന്ന കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യത്തെ വിമർശിച്ച് ശർമിഷ്ഠ മുഖർജി രംഗത്ത് വന്നത്. എന്തിനു വേണ്ടിയാണ് മൻമോഹൻ സിംഗിന് കേന്ദ്ര സർക്കാർ ചിലവിൽ സ്മാരകം പണിയുന്നതെന്നും ശർമിഷ്ഠ ചോദിച്ചിരുന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് പ്രത്യേക സ്മാരകം വേണമെന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് നരേന്ദ്രമോദിക്ക് നിവേദനം നൽകിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ ഈ നിർദ്ദേശത്തിനാണിപ്പോൾ മുൻ രാഷ്ട്രപതി അന്തരിച്ച പ്രണബ് മുഖർജിയുടെ മകളായ ശർമിഷ്ഠ മുഖർജി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നതും. 2020 ഓഗസ്റ്റിലാണ് തന്റെ പിതാവും മുൻ ഇന്ത്യൻ പ്രസിഡന്റുമായിരുന്ന അദ്ദേഹം മരിച്ചത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു അനുശോചന പ്രമേയം പോലും ഉണ്ടായില്ല. അന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അനുശോചനം യോഗം വിളിക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലായിരുന്നു എന്നാണ് അവർ എക്സിൽ അവകാശപ്പെട്ടത്. അതേസമയം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിന് സ്ഥലം വിട്ടു നൽകാത്തതിൽ വിവാദം കനക്കുന്നതിനിടെ മറുപടിയുമായി കേന്ദ്ര സർക്കാർ തന്നെ രംഗത്ത് വന്നിരുന്നു. മൻമോഹൻ സിംഗിന് സ്മാരകത്തിന് സ്ഥലം നൽകുമെന്നും ഒരു ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ഇത് കൈമാറുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ട്രസ്റ്റ് രൂപീകരിച്ചു കൈമാറേണ്ട നടപടികൾ ഉള്ളതിനാൽ തന്നെയാണ് ഇപ്പോൾ യമുന തീരത്തുള്ള നിഗംബോധ്ഘട്ടിൽ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനിച്ചതും. ഇപ്പോൾ ഉയരുന്ന അനാവശ്യ വിവാദമാണ്. സ്മാരകങ്ങൾക്ക് സ്ഥലം നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ച UPA സർക്കാരിന്റെ കാലത്താണ് എന്നും കേന്ദ്ര വൃത്തങ്ങൾ അറിയിച്ചു. മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലത്ത് തന്നെ സംസ്കാരം നടത്തണമെന്നായിരുന്നു കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലം ഏതാണ് എന്ന് അടുത്ത ആഴ്ച അറിയിക്കാമെന്നായിരുന്നു കേന്ദ്രം അറിയിച്ചിരുന്നതും. കേന്ദ്രത്തിന്റെ നടപടിയിൽ കോൺഗ്രസ് കടുത്ത അതൃപ്തിയായിരുന്നു അറിയിച്ചതും. അതേസമയം കോൺഗ്രസ് പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി തലമുതിർന്ന കോൺഗ്രസ് നേതാവും നരസിംഹ റാവുവിന്റെ ഇളയ സഹോദരനുമായ മനോഹർ റാവു രംഗത്ത് വന്നിരുന്നു. നരസിംഹ റാവുവിന് അയിത്തം കൽപ്പിച്ചവർ ഇന്ന് മൻമോഹൻ സിംഗിന് വേണ്ടി വിവാദമുണ്ടാക്കുന്നു. കോൺഗ്രസിനോട് 20 വർഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുവാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടതും. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും അന്തരിച്ച കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം പണിയുന്നതിന് സ്ഥലം അനുവദിക്കണമെന്നായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തിയ വിവാദത്തിൽ പ്രതികരിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. നിലവിൽ മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിന്റെ പേരിൽ വിവാദമുണ്ടാക്കുന്ന കോൺഗ്രസ് നേതൃത്വം 20 വർഷം പിന്നിലേക്ക് ചിന്തിച്ചു നോക്കണമെന്നായിരുന്നു മനോഹർ റാവുവിന്റെ പ്രതികരണം. കോൺഗ്രസ് നേതാവ് നരസിംഹ റാവുവിനെ ആദരിക്കാൻ കോൺഗ്രസ് എന്തു ചെയ്തെന്നറിയാൻ 20 വർഷം പിന്നിലേക്ക് നോക്കണം. നരസിംഹ റാവുവിന്റെ അന്ത്യകർമ്മങ്ങളിൽ സോണിയാഗാന്ധി പോലും പങ്കെടുത്തില്ല. കോൺഗ്രസ് സർക്കാർ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രതിമ നിർമ്മിക്കുകയോ ഭരണത്തിൽ നിൽക്കുന്ന സമയത്ത് ഭാരത് രത്ന നൽകുകയോ ചെയ്തിട്ടില്ല. മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിന് വേണ്ടിയാണ് ഈ വിവാദങ്ങളെങ്കിൽ കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ്. അങ്ങനെയെങ്കിൽ BJP സർക്കാർ തീർച്ചയായും മൻമോഹൻ സിംഗിന് വേണ്ടി സ്മാരകം പണിയാനുള്ള ഭൂമി വിട്ടു നൽകുമെന്നും മനോഹർ റാവു പറയുന്നുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.